Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malapur. ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ ആദ്യ SSLC ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VT അമീർ അധ്യക്ഷനായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയബേരി കോർഡിനേറ്റർ T സലീം ക്ലാസിന് നേതൃത്വം നൽകി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PCA നൂർ, PTA വൈസ് പ്രസിഡന്റ് സോമൻ, SMC ചെയർപേഴ്സൺ നുസ്രത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ, മദർ PTA പ്രശീല, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ M മുകുന്ദൻ, KT കൃഷ്ണദാസ്, P രാജൻ, രാമകൃഷ്ണൻ, പൂർവാധ്യാപകരായ P സലീം നവാസ്, MV വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് K ജീജ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K രാജൻ നന്ദിയും പറഞ്ഞു. ഈ വർഷം SSLC എഴുതും. 202 കുട്ടികൾ. ഫസ്റ്റ് ബാച്ചിലെ 100 കുട്ടികളാണ്. ഫസ്റ്റ് ബാച്ച് 74 ആദ്യം 8 കുട്ടികൾ കഴിഞ്ഞത്. 100 കുട്ടികളാണ് നമ്മൾ അഡ്മിഷൻ കഴിഞ്ഞത്. SSLC കഴിഞ്ഞ കുട്ടികൾ കുറഞ്ഞു. ഇന്ന് 202 കുട്ടികൾ 2024 എത്തുമ്പോൾ നമ്മുടെ സ്കൂൾ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. കുട്ടികൾ കുറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് SSLC 100% വിജയം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വർഷവും 100% വിജയത്തിലേക്ക് ഇരുമ്പിളിയം പഞ്ചായത്തിൽ സ്കൂൾ എത്തണമെന്ന് ആഗ്രഹിക്കുക. ഇപ്പൊ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, 2 ഹൈസ്കൂളുകളാണ് പഞ്ചായത്തുകൾ. വിജയശതമാനം നോക്കാൻ ഏറ്റവും കൂടുതൽ വിജയശതമാനം SSLCക്ക് ഫുൾ A+ വിജയശതമാനം നോക്കാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളിലാണ്. അത് ഈ വർഷം നമ്മുടെ കുട്ടികളാണ് അത് നേടിയിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ കുട്ടികളിലൂടെ നമ്മുടെ സ്കൂളിലെ നമ്മുടെ പഞ്ചായത്തിലെ യശസ്വിൽ എത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവരാണല്ലോ കൂടെ പിന്നെ നിൽക്കേണ്ടത്. ഇടയിൽ ചില എക്സസൈസുകളൊക്കെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ വെറുതെ ഇരുന്ന് കേൾക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയൊക്കെ പോകും. ആ എക്സസൈസിൽ പാരൻസിന് പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പങ്കെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരുള്ളൂ. ഇതിൽ കുട്ടികളെ ഈ വർഷം 10th പഠിക്കുന്നതാണ് എന്റെ മുഖത്ത്. നിങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു പരീക്ഷ. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ 69 മാർക്ക് കിട്ടി പരീക്ഷ ചെയ്തു. സിയുടെ മാർക്ക് 20 കിട്ടി. എത്രയായി? 89. ഏത് ഗ്രേഡാ? A ഗ്രേഡാണ്. 89 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ A ഗ്രേഡാണ്. 90 ആയാൽ A+ ആയി. 79 ആണെങ്കിൽ B+ ആണ്. 80 ആയാൽ A ഗ്രേഡായി. ഒരു മാർക്കിനായിരിക്കാം A ഗ്രേഡ് വേണോ A+ വേണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ആ ഒരു മാർക്കായിരിക്കാം ഏത് സ്കൂളിൽ +1 അഡ്മിഷൻ കിട്ടും.